കോൺഗ്രസിന്റെ ആഭ്യന്തര ജനാധിപത്യം കുഴിച്ചുമൂടി അതിന്റെ പട്ടടയുടെ മേലെ ദുർഗന്ധമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ജനാധിപത്യത്തിന്റെ ശവദാഹം നടത്തിയിട്ട് അതിന്റെ മേലെയാണ് തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന് ഞങ്ങളും ചോദിച്ചു. ഈ അനിൽകുമാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന് പറയാനൊരു സ്ഥാനാർത്ഥി പോലും ഇല്ലല്ലോ. CPM പോലെ പിണറായി വിജയന്റെ ഏകാധിപത്യ ലെനിനിസ്റ്റ് ശൈലിയിലൂടെ പിണറായിസ്റ്റ് ശൈലിയിലൂടെ പോകുന്നൊരു പാർട്ടിക്ക് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇത്രയും നേരമായിട്ട് രാവിലെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞു. പാവപ്പെട്ട കുറെ പ്രവർത്തകരെ വെയിൽ കൊണ്ട് ആ ചുവരൊക്കെ എഴുതി. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരുടെ കമ്മിറ്റികൾ കൂടിയിട്ട് ആ പേരിന് വിജയസാധ്യതയില്ല, അതുകൊണ്ട് വേറൊരു പേര് കൊണ്ടുവരണം. ഇനി ഇവർ പിണറായി വിജയനെ മത്സരിപ്പിച്ചാലും തൃക്കാക്കര ജയിക്കാൻ പറ്റില്ല എന്ന് ഇവർക്കറിയാം. കാഠ്മണ്ഡുവിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിണറായി വിജയൻ അമേരിക്കയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാഠ്മണ്ഡുവിൽ അദ്ദേഹം ഡാൻസ് ചെയ്യാൻ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം എന്തായാലും പിണറായി വിജയനെ കാണിച്ചിട്ടല്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് കാഠ്മണ്ഡുവിൽ പോയി ഡാൻസ് ചെയ്ത ആളുകളെ പറ്റി എനിക്കറിയില്ല. അത് അനിൽകുമാർ തന്നെയാണ് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അദ്ദേഹത്തിന് ഇപ്പോഴും സ്ഥാനാർത്ഥി ആയിട്ടില്ല. തൃക്കാക്കരയിൽ മത്സരിക്കുകയാണ്. ഹാഷ്മി എറണാകുളത്തൂടെ ഒന്ന് ഇറങ്ങി നടക്കരുതെന്നാണ് എനിക്ക് താങ്കളോട് സ്നേഹത്തോടെയുള്ള ഒരു സുഹൃത്ത് സഹോദരൻ എന്ന നിലയിൽ എനിക്ക് താങ്കളെ ഉപദേശിക്കാനായിട്ടുള്ളത്. താങ്കൾ എറണാകുളം നഗരത്തിലൂടെ സുരക്ഷയില്ലാതെ ഇറങ്ങി നടക്കരുത്. CPM-കാർ ആരെ കണ്ടാലും സ്ഥാനാർത്ഥിയാക്കുമ്പോ ഇവര് ഉമാ തോമസിന്റെ മെമ്പർഷിപ്പിനെ പറ്റിയാണല്ലോ പറയുന്നത്. തൃക്കാക്കരയിൽ 2021 ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഡോക്ടർ ജെ ജേക്കബ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് ഏത് ലോക്കൽ കമ്മിറ്റിയിലെ മെമ്പർഷിപ്പ്? അദ്ദേഹത്തിന് ഏത് ബ്രാഞ്ച് കമ്മിറ്റിയിലെ മെമ്പർഷിപ്പ്? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ഇനി പാർട്ടി മെമ്പർഷിപ്പാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ എന്റെ നിങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലെ മന്ത്രിയാരാ സാർ? എന്റെ നിങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലെ മന്ത്രിയുടെ പേര് വീണ ജോർജ് എന്നാ. വീണ ജോർജ് പഠിക്കുന്ന കാലത്തെങ്കിലും ഈ പാർട്ടിയുടെ ഭാഗമാണോ? വീണ ജോർജ് ഇവരുടെ മന്ത്രിയായിട്ട് ഈ ജില്ലയിലെ വളരെ സീനിയർ ആയിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാര്, കൊടികെട്ടിയവര്, പോസ്റ്റർ ഒട്ടിച്ചവര്, വീടുകളിൽ കയറി സാധാരണക്കാരെ തല്ലിയിട്ടുള്ളവന്മാര്, വീടുകൾ കയറി വോട്ട് ചോദിച്ചിട്ടുള്ളവന്മാര്, മുന്നിലൂടെ മന്ത്രി കസേരയിൽ ഇങ്ങനെ മന്ത്രി കാറിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ആളുടെ പേര് വീണ ജോർജ് എന്നാ. ഗാന്ധിജി പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ പർപ്പസ് കഴിച്ചിരിക്കുന്നു, ഇത് പിരിച്ചുവിടണമെന്നാ. അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ കാണത്തില്ലായിരുന്നു. അനിൽകുമാർ അതെവിടെയാണെന്ന് കാണിക്കാമോ? കാണിക്കാമോ? സംശയം വായിച്ചാൽ മതി. ബിപിൻ ചന്ദ്ര കിട്ടും. അല്ലാതെ പുസ്തകങ്ങളുണ്ട്. എന്റെ പൊന്നെ മാങ്കൂട്ടത്തിൽ ഞാൻ പറയട്ടെ ഇനി പറ, ഞാൻ കേക്കട്ടെ. ഞാൻ ജീവിതത്തിൽ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഒന്നത് കാര്യം ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. അത് അഹങ്കാരമായിട്ട് ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കറിയാൻ നിങ്ങൾ ഞാൻ സംഘപരിവാറിന്റെ പ്രൊപ്പഗേറ്ററാണെന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചോ? എനിക്കൊന്നുമില്ല, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളങ്ങ് വിചാരിച്ചോ ഞാൻ സംഘപരിവാറിന്റെ ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്യാന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചോ? അത്രയല്ലേ ഉള്ളൂ. മൊത്തത്തിൽ കുറച്ച് ഓവറല്ലേ? നിങ്ങൾ ഏത് പുസ്തകം ഏത് പുസ്തകം പറഞ്ഞാലേ നിങ്ങൾ സമ്മതിക്കത്തുള്ളൂ. വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. പറയാൻ സൗകര്യമില്ല. അത് നിങ്ങൾ എന്തോ ഗാന്ധിജിയെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു, വീണ്ടും പറയുന്നു. ഗാന്ധിജി പറഞ്ഞു കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. കുറെ നേരമല്ലോ തർക്കം തുടങ്ങിയിട്ട്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ വിഷയത്തിൽ അങ്ങനെ ഉണ്ടോ സമയമില്ല. ഇല്ല, ബോംബുണ്ടെടുക്കട്ടെ, ഒന്നുകൊണ്ടൊന്നും നിൽക്കും തോന്നില്ല. നിങ്ങളുടെ KPCC-യുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തിരുതമീനുമായി ബന്ധപ്പെട്ട് സവർണബോധത്തിന്റെ തെറ്റായ കഥകൾ പറഞ്ഞ നിങ്ങളുടെ തിരുതക്കഥയുണ്ടല്ലോ. നിങ്ങളുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കിനെ ഒന്ന് കാണിക്കുമോ എന്ന് ഗാന്ധി ചോദിച്ച പാർട്ടി CPI ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങളുടെ ഈ കിഴങ്ങനെ ഇതുപോലെ കൈകാര്യം ചെയ്ത ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് പറഞ്ഞിട്ട് കാണുന്ന അൾത്താരകളിലെല്ലാം പോയി നിൽക്കുന്ന പാർട്ടിയുടെ പേര് CPI എന്നല്ലേ സാർ?
ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? ബോഡി വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞ പിണറായി വിജയനെ പിന്നീട് നമ്മൾ കാണുന്നത് ഉസ്താദുമാർക്കൊപ്പമല്ലേ സാർ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. രാഷ്ട്രീയ ചർച്ചയിൽ അനിൽകുമാർ വെള്ളമടിച്ച് വെളിവില്ലാതെയാണ് വന്നിരിക്കുന്നത്. അത് ബാർ ഹോട്ടലിൽ വെച്ച് എന്റെ തല അല്ല പറയട്ടെ, അനിൽകുമാർ വെള്ളമടിച്ച് വെളിവില്ലാതെയാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ വസ്തുതാവിരുദ്ധമല്ലേ? എന്തിനാണെങ്കിലും ചോദിച്ചു മേടിക്കണം. കാഠ്മണ്ഡുവിൽ വിവാഹത്തിന് പോയി. ഒരു വിവാഹ പാർട്ടി അത്രേ ഉള്ളൂ. നിശാ ക്യാമ്പെന്നാണോ വിളിക്കുന്നത്? ഒരു വിവാഹ പാർട്ടി അത്രേ ഉള്ളൂ. അല്ലേ നിശാ ക്യാമ്പായിരുന്നോ? വിവാഹമല്ലേ? ആ കൂടെ നിൽക്കുന്ന വനിതയാരാ? കൂടെ നിൽക്കുന്ന ആരാണെങ്കിലും എന്താണ് സുനിൽകുമാർ? വനിതയാരാ? നിങ്ങൾക്ക് നാണമുണ്ടോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. സുനിൽകുമാർ അങ്ങ് എന്താണ് ഇങ്ങനെ പറയുന്നത്? അവിടെയാണ് ഹാഷ്മിയുടെ ചോദ്യം. എന്ത് ലിംഗസമത്വം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണെങ്കിൽ കുടുംബാംഗങ്ങളെ ഏത് കാലത്ത് ജീവിക്കുന്ന സുനിൽകുമാർ ആ കൂടെ നിൽക്കുന്ന സ്ത്രീ ആരായാൽ എന്താണ്? നിന്റെ നാട്ടിൽ നീ മാത്രമല്ല വേറെ ഒരുപാട് തല്ലിപ്പള്ളിമാരുണ്ടല്ലേ. മോറൽ പോലീസിംഗ് തുടങ്ങിയോ? കണ്ണിൽ മഞ്ഞയാണ് സാർ. താങ്കൾക്ക് മഞ്ഞപ്പിത്തമാണ് സാർ. ഞങ്ങളൊരു മോറൽ പോലീസിംഗ് അല്ല. പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? രാഹുലിന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആരാണെന്ന്? ആ സ്ത്രീ ആരായാൽ CPM എന്താണ്? CPM രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആരായാൽ എന്താണ്? പറ്റിപ്പോയടാ. ഹനുമാൻ സേനയിലാണ് സാർ പ്രവർത്തിക്കേണ്ടത്. ലിംഗബോധം പേറുന്ന അമ്മയെ കണ്ടാൽ പോലും ലിംഗബോധത്തോട് നീചൻ. താങ്കൾ ഒരു വനിതയോടൊപ്പം ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇവിടെ നിന്ന് വാവിളിച്ചാറുണ്ടല്ലോ. ഇത്ര വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷനെ ഈ 2022 ആണ്ടിൽ കണ്ടാൽ ലിംഗബോധം പേറുന്ന മസ്തിഷ്കവുമായി ജീവിക്കുന്ന ഇവരെയൊക്കെ ഹനുമാൻ സേനയിൽ പ്രവർത്തിക്കണം. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാണ്. ഒരു വാവിട്ട വാക്കാണ് ഞാൻ കരുതുന്നത്. അനിൽകുമാർ ഒരു വാവിട്ട വാക്കായി മാത്രം ഞാൻ കാണുന്നുള്ളൂ. അനിൽകുമാർ താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി ഒരു ദൃശ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അമേരിക്കയിൽ ചികിത്സയിൽ പോയ മുഖ്യമന്ത്രിയെ വലിച്ചഴിച്ചത് ആരാണ്? അമേരിക്കയിൽ പോയ മുഖ്യമന്ത്രി കാഠ്മണ്ഡുവിലല്ല പോയെന്ന് അറിയാത്ത ആളാണല്ലോ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. ആ കല്യാണ ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ട കൂടെ ഉണ്ടായിരുന്ന ആരാന്ന് കാശ്മീർ വെളിപ്പെടുത്തിക്കോ? എനിക്ക് വിരോധമില്ലെന്നേ. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാൻ പോകുന്നു താങ്കൾക്ക് എന്താണ് പറഞ്ഞുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ?